ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ DC മോട്ടോർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഫ്രീ എനർജി സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഫ്രീ എനർജി ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് LED ബൾബ്സൊക്കെ കത്തിച്ച് വെക്കാം, അതേപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ഫ്രീ എനർജി വീഡിയോസ് ഒരുപാട് യൂട്യൂബ് കിടപ്പുണ്ട്, മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തുകൊണ്ട് പകുതിയൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും, സക്സസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു വീഡിയോ എങ്കിലും മുഴുവനായിട്ട് കണ്ട് നോക്കിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ഒരു സംഭവം ചെയ്തു നോക്കാനായിട്ട് പോവുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ടങ്ങ് പോയാലോ. ആദ്യം നമ്മൾ രണ്ട് DC മോട്ടറുകൾ എടുക്കണം. നമ്മൾ രണ്ട് DC മോട്ടറുകൾ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒട്ടിച്ച് വെക്കാനായിട്ട് ഇതേപോലെ PVC ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു മരത്തിൻ്റെ കട്ട എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെന്നിൻ്റെ റീഫില്ലർ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചെറിയൊരു പീസ് വേണം. മോട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വേറെ എന്തായാലും മോട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനം എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ വെച്ച് വന്നിട്ട് നമ്മളിതാ മോട്ടറിൻ്റെ ഈ ഒരു ഷാഫ്റ്റിലോട്ട് നമ്മൾ ഇതേപോലെ കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ രണ്ട് മോട്ടറും ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കറങ്ങുന്ന സമയത്ത് മറ്റേതും കൂടി കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ട് മോട്ടറുകളും ഇതേപോലെ ഈ PVC ഷീറ്റിലോട്ട് നമ്മൾ ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അത് ഒട്ടിച്ച് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് മോട്ടറിൻ്റെയും രണ്ട് ഇതിലും നമുക്ക് രണ്ട് വയേഴ്സ് ഷോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതാ റെഡും ബ്ലാക്കും വയർ ഷോൾഡർ ചെയ്തു ഫസ്റ്റ് മോട്ടറിൽ. എന്നിട്ട് രണ്ടാമത്തെ മോട്ടറിൽ നമ്മളിതാ ഇതേപോലെ ആ ഒരു ഫസ്റ്റ് മോട്ടറിൽ ഷോൾഡർ ചെയ്ത ബ്ലാക്ക് വയർ നമ്മളിതാ ഈ ഒരു മോട്ടറിലോട്ടും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ഒരു വയർ വെച്ച് രണ്ട് മോട്ടറും കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഒരു രണ്ട് മോട്ടറിൻ്റെയും റെഡ് വയർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള രണ്ടും വേറെ ആയിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള സമയത്ത് വീഡിയോ കാണുന്ന സമയത്ത്. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ബാറ്ററി വേണം. ആദ്യം നമ്മൾ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ബാറ്ററി എടുത്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ബാറ്ററി എടുത്ത് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ബാറ്ററി കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഊരാൻ പറ്റുന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിതാ ബാറ്ററി കണക്ട് ചെയ്തു, കറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ ആയിട്ട് സ്റ്റിക്കർ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കുക. എന്നാലേ കറങ്ങുന്നത് നല്ല കറക്റ്റായിട്ട് കാണത്തുള്ളൂ. അല്ലെങ്കിൽ കറങ്ങുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വയർ തമ്മിൽ ആദ്യം കണക്ട് ചെയ്യരുത്, കറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇത് കണക്ട് ചെയ്യാതെ വേണം ഇത് ചെയ്യാനായിട്ട്, എന്നാലേ സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ചുകൊണ്ട് ഇതേപോലെ ഇതങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട്. നമ്മളിതാ ബാറ്ററി കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുക. ബാറ്ററി ചെറിയ ലൂസ് വരുന്നത്. അപ്പോൾ ഇതാ ബാറ്ററി കറക്റ്റായിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഈ രണ്ട് വയേഴ്സ് നമ്മൾ ജോയിൻറ്റ് ചെയ്യാതെ വെച്ചിരുന്ന വയേഴ്സ് നമ്മളങ്ങ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാറ്ററി അങ്ങ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ഇത് കറങ്ങുന്നുണ്ടാവും. ഇത് നിൽക്കത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അതാ നോക്കി കഴിഞ്ഞാൽ കാണാതെ അധികം ഇത് നിന്നിട്ടൊന്നുമില്ല. ഈ മോട്ടർ നല്ല രീതിയിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു LED ബൾബ് എടുത്തിട്ടുണ്ട് ചെറുത്. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പ്രകാശിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം, അതേപോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ കണ്ടോ, നമ്മളൊരു LED വെച്ചുകൊണ്ട് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും കറങ്ങലിൽ നിന്നില്ല. ഇത് എത്ര സമയം നിൽക്കുമെന്ന് അറിയത്തില്ല, ഒരുപാട് സമയം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടല്ലോ, ഇത്രയും ഭാഗമാണ് എല്ലാ വീഡിയോസിലും ഉള്ളത്. ഇതിൻ്റെ ബാക്കിയൊന്നും യൂട്യൂബിൽ കൊടുത്തിട്ടില്ല. അതായത് ഇത്രയേ ഉള്ളൂ കാര്യങ്ങളാണ് യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസിലും കൊടുത്തിട്ടുള്ളത്. രണ്ട് DC മോട്ടർ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഒന്നിന് നമ്മൾ ഫസ്റ്റ് ഒരു ചാർജ് കൊടുക്കുന്ന സമയത്ത് അത് കറങ്ങും. അതേപോലെ തന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന പവർ നമ്മൾ അത് വെച്ചുകൊണ്ട് നമ്മളൊരു LED ബൾബ്സൊക്കെ കത്തിക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു സംഭവം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് സത്യത്തിൽ നടക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സംഭവം നമ്മളും ചെയ്തല്ലോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിക്കൂടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇലക്ട്രിക്കലും അതേപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവം വർക്കിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയാണ്ട് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം നടക്കത്തില്ല എന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. നടക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി അത് തീർച്ചയായിട്ടും അത് ഉണ്ടാക്കും, നമ്മളിലേക്ക് വിപണനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവം നടക്കില്ല എന്നുള്ളൊരു ഉദാഹരണമാണത്. അതേപോലെ തന്നെ നമ്മൾ ഇനി എങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇനി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ അത് കണ്ടിട്ട് വരാം. അത് നമ്മളിതാ ഇതേപോലെ രണ്ട് DC മോട്ടറുകൾ എടുത്തിട്ടോ. ഇനി നമ്മളിതാ ഇതിൽ ഒരു DC മോട്ടർ നമ്മളിതാ എടുത്തതിന് ശേഷം അത് തുറന്നെടുക്കണം. അതിൻ്റെ കേസ് മാത്രം മതി, അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ ഇതായിട്ട് ഇതിൻ്റെ രണ്ട് ക്ലിപ്പുകളും നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ പതുക്കെ ഇളക്കി മാറ്റി കഴിഞ്ഞാൽ തന്നെ അത് സിമ്പിളായിട്ട് വിട്ടുപോരും.
എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ ആർമേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ കമ്പി മാത്രം മതി, നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ മാഗ്നറ്റ് നമ്മൾ എടുത്തിട്ട് ഒഴിവാക്കണം. ഇതിൻ്റെ കേസ് മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു മിനി DC മോട്ടറിൻ്റെ കേസ് മാത്രം മതി, ബാക്കിയുള്ള സംഭവങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമ്മളിതിന് ഈ മാഗ്നറ്റ് എടുക്കാനായിട്ട് ഇതേപോലെ ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് അങ്ങ് ഊരി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മാഗ്നറ്റ് എടുത്ത് കിട്ടും. എന്നിട്ട് നമ്മളിതാ ഈ ഇതിൻ്റെ അകത്തോട്ട് കയറി നിൽക്കുന്ന പാകത്തിലുള്ള ചെറിയ ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏത് ബാറ്ററി ആയാലും കുഴപ്പമില്ല, ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന ഈ കേസിൻ്റെ അകത്ത് കൊള്ളുന്ന ബാറ്ററി ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ലിഥിയം അയൺ ബാറ്ററി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കും. കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ആ ഒരു കേസ് അടച്ചാലും നമുക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ബാറ്ററി ആയിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ 2 പോയിൻറ്റിലോട്ട് നമുക്ക് അതിൻ്റെ 2 വയസ്സും ഷോൾഡർ ചെയ്ത് ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 വയസ്സും ഷോൾഡർ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആർമേച്ചറിൻ്റെ ഈ ഒരു കമ്പി മാത്രം ആക്കിയെടുക്കണം. ബാക്കി ഉള്ള സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ട, കോപ്പർ വയറും കാര്യങ്ങളും നമുക്ക് വേണ്ട, അതൊക്കെ നമ്മൾ ഒഴിവാക്കി. എന്നിട്ട് നമ്മളിതാ ഈ ഒരു കമ്പി നമ്മളിതിൻ്റെ ഈ കേസിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു DC മോട്ടറിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിരുന്നു, അത് ഇതേപോലെ അങ്ങ് കയറ്റാണ്ട് അടച്ച് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതാ കയറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആ ക്ലിപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത ക്ലിപ്പ് അതേപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് ഇപ്പോൾ 2 മോട്ടറും സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു DC മോട്ടറിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ ഒരു മോട്ടർ കറങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബാറ്ററി വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഈ ബാറ്ററി വെച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിലൊരു പവർ കിട്ടും. നമ്മളിത് ലൂസ് കണക്ഷൻ ഉണ്ട്, ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ കിട്ടും. എന്നിട്ട് 2 മോട്ടർ ഇപ്പോൾ കറങ്ങുന്നുണ്ട് നിങ്ങളുടെ കണ്ണിൽ. അതായത് നമ്മൾ പിന്നെ ഈ ഒരു ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ മോട്ടർ ബാറ്ററി ആണല്ലോ, ആ ബാറ്ററിയിലോട്ട് ഇപ്പോൾ കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ ഈ 2 മോട്ടറും കറങ്ങുന്നതായിട്ട് തോന്നുന്നു പറഞ്ഞാൽ ആ ഒരു ബാറ്ററിയിലുള്ള പവർ കൊണ്ടാണ് ഈ ഒരു മോട്ടർ കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടാണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 DC മോട്ടർ മാത്രമേ ഉള്ളൂ, പക്ഷേ ഫ്രീ എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പിന്നെ നമ്മൾ LED വെക്കുന്ന സമയത്ത് പോസിറ്റീവും നെഗറ്റീവും മാറാതെ വെക്കണം, മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി വാളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ആ ബാറ്ററിയുടെ അതേ രൂപത്തിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ബാറ്ററിയിൽ പോസിറ്റീവും നെഗറ്റീവും നോക്കി വെച്ച് കൊടുക്കണം. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ സംഭവം വർക്കിംഗ് ആണ്. ഇനി ഇതല്ലാതെ രീതിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് രണ്ടും ഒറിജിനലായിട്ടുള്ള ശരിക്കും DC മോട്ടറുകൾ തന്നെയാണ്. അല്ലാതെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറിയ നൈസായിട്ട് കോപ്പർ വയറുകൾ വെച്ചുകൊണ്ട് കണക്ഷൻ കൊടുത്തിട്ട് അത് ബാറ്ററി നമ്മൾ കാണാത്ത രീതിയിലൊക്കെ വെക്കുന്നത്. ഇതേപോലെ താഴോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്ന വീഡിയോസും ഉണ്ട് യൂട്യൂബിൽ. ഇത് 2 രീതിയിൽ ചെയ്യുന്ന വീഡിയോസും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് കേട്ടോ, മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ഫ്രീ എനർജി സിസ്റ്റത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സത്യത്തിൽ ഇതൊന്നും നടക്കത്തില്ല കേട്ടോ. ഇത് അതേപോലെ തന്നെ ഫ്രീ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതേപോലെ തന്നെ അത് നടക്കത്തില്ല. അതേപോലെ തന്നെ വയർലെസ് ഇയർഫോൺ ഉണ്ടല്ലോ, ഇയർഫോൺ കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്, അതും നടക്കത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു ഫ്രീ എനർജി സിസ്റ്റം ഒന്നും നടക്കത്തില്ല. ഫിസിക്സ് പ്രകാരം ഒരു എനർജീനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ സാധിക്കുള്ളൂ, അല്ലാതെ നിർമ്മിക്കാൻ കഴിയില്ല, അതേപോലെ തന്നെ നശിപ്പിക്കാനും കഴിയില്ല. അപ്പോൾ ഈ ഒരു സംഭവം നടക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി കാണും. ഗുഡ് ബൈ.